ജീവൻ മുക്തി വിവേകം വാസനാക്ഷയപ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ആസുരീ സമ്പത്ത്. ഭഗവാൻ ഗീത 16-ാം അധ്യായത്തിൽ ആസുരീ സമ്പത്തിനെ വിവരിക്കുന്നുണ്ടല്ലോ. അസുരജനങ്ങൾക്ക് പ്രവൃത്തി ഏതെന്നോ നിവൃത്തി ഏതെന്നോ അറിയാൻ കഴിയുന്നില്ല. ശുചിത്വമോ ആചാരമോ അവർക്കില്ല. മാത്രമല്ല, അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹൈതുകം. ഭഗവത്ഗീത 16:8. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു സത്യം ഉള്ളതായി അവർ കരുതുന്നില്ല. ഇതിന് ഉറപ്പുള്ള ഒരടിത്തറയോ രക്ഷിതാവോ ഈശ്വരനോ ഇല്ലെന്നാണ് അവർ പറയുന്നത്. വേദങ്ങളെ അവർ പ്രമാണമായി അംഗീകരിക്കുന്നില്ല. സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടുണ്ടായതാണ് ജഗത്ത്. സ്ത്രീ പുരുഷ കാമപ്രവാഹഗതിയല്ലാതെ ഈ ജഗത്തിന് മറ്റൊരു കാരണവുമില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ മോഹിക്കുന്ന അല്പബുദ്ധികളായ അവർക്ക് ആത്മാവ് അറിവിന് വിഷയമാകുന്നതേയില്ല. ഇങ്ങനെ ആത്മാവ് നശിച്ച ഈ കൂട്ടർ ഉഗ്രകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. നാശകാരികളായ ഇവർ ജഗത്തിൻ്റെ ശത്രുക്കളാണ്. അഹങ്കാരവും ദുരഭിമാനവും മതവും കൊണ്ട് നിറഞ്ഞ ഇവരുടെ കാമ ആവേശം ഒരിക്കലും ശമിക്കാതെ കത്തിക്കാളുന്നു. മോഹം നിമിത്തം ജഡദൃശ്യങ്ങളെ ഉള്ളതായി കരുതി ഇക്കൂട്ടർ അവ കൈക്കലാക്കാൻ എന്തു ചതിയും കാപട്യവും ചെയ്യാൻ മടിക്കുന്നില്ല. പ്രളയകാലം വരെ നീണ്ടുപോകുന്ന ചിന്തകളാണ് അവരെ പിന്തുടരുന്നത്. ഭൗതിക ഭോഗമാണ് അവരുടെ പരമലക്ഷ്യം. അതിൽ കവിഞ്ഞൊന്നും ജീവിതത്തിൽ നേടാനില്ലെന്നും അവർ കരുതുന്നു. ആശാപാശശതങ്ങളിൽ കുടുങ്ങി അവർ സദാ കാമക്രോധപരായണന്മാരായി കഴിയുന്നു. സ്വന്തം സുഖത്തെ കരുതി എന്തന്യായം പ്രവർത്തിച്ചും സമ്പത്തുണ്ടാക്കാൻ യത്നിക്കുന്നു. ഘന അഹങ്കാര സ്വരൂപം. ഇപ്രകാരമുള്ള ആസുര സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഘന അഹങ്കാരത്തിൻ്റെ സ്വരൂപവും ഭഗവാൻ തന്നെ വിവരിച്ചിട്ടുണ്ട്. ഈ ആഗ്രഹം ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരാഗ്രഹം എനിക്ക് നേടാനുണ്ട്. ഇന്നിതെല്ലാം എൻ്റെ സമ്പത്തുക്കളാണ്. ഇനി ഭാവിയിൽ വേറെയും പലതും ഉണ്ടാകും. ഒരു ശത്രുവിനെ ഞാൻ ഒടുക്കി. ഇനി മറ്റുള്ളവരെയും വകവരുത്തുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർക്കൊക്കെ നാഥനാണ്. ഏതുതരം ലോകഭോഗവും എനിക്ക് സ്വായത്തമാണ്. ഞാൻ എന്തിനും സമർത്ഥനാണ്, ബലവാനാണ്, സുഖിയാണ്. ഞാൻ ഉത്തമ കുലജാതനായ ആഢ്യനാണ്. എനിക്ക് തുല്യനായി ആരുണ്ടിവിടെ? ഞാൻ യാഗം ചെയ്യും, ദാനം ചെയ്യും, ആഹ്ലാദിക്കും. ഇങ്ങനെ അജ്ഞാന വിമോഹിതന്മാരായി വർത്തിക്കുന്നവരാണ് ഘന അഹങ്കാരശാലികൾ. യാഗവും ദാനവും പോലും അഹങ്കാരത്തോടെ ചെയ്താൽ ആസുരീ സമ്പത്തായിത്തീരും. ഘന അഹങ്കാരശാലികൾ അനേക ചിത്തവിഭ്രമങ്ങളിൽ പെട്ടുഴലുന്നു. മോഹജാലങ്ങൾ അവരെ മൂടിക്കളയുന്നു. കാമഭോഗങ്ങളിൽ ഇങ്ങനെ അതിസക്തന്മാരായി വർത്തിക്കുന്ന ഇവർ മലിന നരകങ്ങളിൽപ്പെട്ട് ദുഃഖിക്കാൻ ഇടവരുന്നു. ആസുരീ സമ്പത്തിൻ്റെ പുനർജന്മഹേതുത്വം ഇങ്ങനെ സ്പഷ്ടമാക്കിയിട്ട് അഹങ്കാരത്തെ വളർത്തുന്ന മട്ടിലുള്ള ഈശ്വര പൂജ പോലും ആപത്താണെന്ന് ഭഗവാൻ വീണ്ടും വിവരിക്കുന്നു. ധനമാന മതം കൊണ്ട് ചിലർ സ്വയം കേമന്മാരായും ഗർവിഷ്ഠന്മാരായും ഭവിക്കുന്നു. അവർ ചിലപ്പോൾ അർപ്പണബുദ്ധിയോ വിനയമോ കൂടാതെ നാമജപാദി യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. എത്ര ജപിച്ചാലും അഹങ്കാരം, ബലം, ഗർവ്, കാമം, ക്രോധം ഇവയൊന്നും അവരെ വിട്ടുമാറുന്നില്ല. അവർ മറ്റുള്ളവരുടെ നന്മയിൽ അസൂയാലുക്കളായും തീരുന്നു. അങ്ങനെ അവരവരിലും മറ്റുള്ളവരിലുമുള്ള ഈശ്വരാംശത്തോട് വിദ്വേഷമുള്ളവരായി ഭവിക്കുന്നു. അങ്ങനെ അവരവരിലും മറ്റുള്ളവരിലുമുള്ള ഈശ്വരാംശത്തോട് വിദ്വേഷമുള്ളവരായി ഭവിക്കുന്നു.
അവനവനെയും മറ്റുള്ളവരെയും ദ്വേഷിക്കുന്ന ഈ ക്രൂരന്മാർ ലോകത്തിലെ നരാധമന്മാരാണ്. ഈ ദുഷ്ടന്മാർ വീണ്ടും വീണ്ടും അസുരയോനികളിൽ തന്നെ ജനിച്ച് കഷ്ടപ്പെടാൻ ഇടവരുന്നു. ആസുരീ സമ്പന്നന്മാരായി മൂഢയോനികളിൽ ജനിക്കുന്നവർ ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയാതെ പതിച്ചു പതിച്ച് അധോഗതിയെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ജ്ഞേയസ്വരൂപം. അറിയേണ്ടത് അറിയിച്ചു തരുന്നതാണ് ശുദ്ധവാസന. അറിയേണ്ടത് അറിയിച്ചു തരുന്നതാണ് ശുദ്ധവാസന. അറിയേണ്ട സത്യത്തിൻ്റെ സ്വരൂപം ഭഗവാൻ 13-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. തടസ്ഥ ലക്ഷണം കൊണ്ടും സ്വരൂപലക്ഷണം കൊണ്ടുമാണ് ആ സത്യത്തെ വിവരിച്ചിരിക്കുന്നത്. ലക്ഷ്യവസ്തുവിനെ താൽക്കാലികമായ ഏതെങ്കിലും ഒരു ഉപാധിയോടുകൂടി ചേർത്ത് കാട്ടിത്തരാൻ ശ്രമിക്കുന്നതാണ് തടസ്ഥ ലക്ഷണം. ലക്ഷ്യവസ്തുവിനെ താൽക്കാലികമായ ഏതെങ്കിലും ഒരു ഉപാധിയോട് കൂട്ടിച്ചേർത്ത് കാട്ടിത്തരാൻ ശ്രമിക്കുന്നതാണ് തടസ്ഥ ലക്ഷണം. നിരുപാധികമായുള്ള സ്വരൂപ വിവരണമാണ് സ്വരൂപലക്ഷണം. കാക്ക ഇരിക്കുന്നതാണ് ദേവദത്തൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അത് വീടിൻ്റെ തടസ്ഥ ലക്ഷണമാണ്. കാക്ക എന്ന ഉപാധിയെ ആശ്രയിച്ചുകൊണ്ടാണ് വീടിനെ കാട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത്. ചന്ദ്രനെ കാട്ടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ അതാ ആ മരക്കൊമ്പിൻ്റെ നേരെ നിൽക്കുന്നതാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് തടസ്ഥ ലക്ഷണമാകുന്നു. നേരെ മറിച്ച് ശീതള പ്രകാശത്തോടു കൂടിയവനാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രൻ്റെ സ്വരൂപ ലക്ഷണമാണ്. ജ്ഞേയസ്വരൂപ വിവരണത്തിൽ ഭഗവാൻ 2 വിധത്തിലും ബ്രഹ്മസ്വരൂപം കാട്ടിത്തരാൻ ശ്രമിക്കുന്നു. ഏതൊന്നിനെ അറിഞ്ഞാൽ അതോടെ ജനന മരണങ്ങളറ്റ് അമൃതത്വം ലഭിക്കുമോ അതാണ് അറിയപ്പെടേണ്ടത്. അതത്രേ ആദ്യന്തരഹിതമായ ബ്രഹ്മം. അതിനെ സത്തെന്നോ അസത്തെന്നോ പറക വയ്യ. സദസദ്ദർശനം സാപേക്ഷ ദർശനമാണ്. ഈ സാപേക്ഷ ദർശനത്തിൻ്റെ ഇടമരുളുന്ന നിരപേക്ഷ സത്തയാണ് ബ്രഹ്മമെന്നർത്ഥം. ആരംഭത്തിൽ ഇങ്ങനെ സ്വരൂപലക്ഷണം പറഞ്ഞിട്ട് ഇനി തടസ്ഥ ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നു. സർവത്ര കയ്യും കാലും ഉള്ളതാണ് ജ്ഞേയവസ്തു. അതെല്ലായിടത്തും കണ്ണും തലയും മുഖവുമുണ്ട്. എല്ലായിടത്തും അതിന് കാതുണ്ട്. എന്തിനേറെ അതെല്ലാറ്റിനെയും അകവും പുറവും പൊതിഞ്ഞു നിൽക്കുന്നു. ദേവദത്തൻ്റെ വീട്ടിലെ കാക്കയെപ്പോലെ പ്രപഞ്ചം ബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ തൽക്കാലം പറ്റി നിൽക്കുന്ന ഉപാധി മാത്രമാണ്. പ്രപഞ്ചം ബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ തൽക്കാലം പറ്റി നിൽക്കുന്ന ഉപാധി മാത്രമാണ്. പ്രപഞ്ചോപാധിയോട് കൂട്ടിച്ചേർത്തുള്ള ബ്രഹ്മവിവരണമാണ് നാം മേൽ കണ്ടത്. കയ്യും കാലും കണ്ണും തലയുമൊക്കെയായി ഇന്ന് പ്രപഞ്ചരൂപേണ കാണുന്ന കാഴ്ചയ്ക്ക് ഏകാശ്രയമായ വസ്തുവേദോ അതാണ് ബ്രഹ്മമെന്ന് സാരം. പൂർണ്ണ സാക്ഷാത്കാരത്തിന് മുമ്പ് ബ്രഹ്മം ഇങ്ങനെ സോപാധികമായി കാണപ്പെടുന്നു. പൂർണ്ണ സാക്ഷാത്കാരത്തോടെ അത് നിരുപാധികമെന്ന് തെളിയുന്നു. ഇക്കാര്യമാണിങ്ങനെ വീണ്ടും പ്രതിപാദിക്കുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും അതിലുണ്ടെന്ന് തോന്നും. എന്നാൽ ഇന്ദ്രിയങ്ങളോ ഗുണങ്ങളോ ഒന്നുമില്ലാത്തതാണത്. ഒന്നിനോടും അതിന് ബന്ധമില്ല. എന്നാൽ എല്ലാറ്റിനെയും അത് താങ്ങി നിൽക്കുന്നു. ഇത് തികച്ചും നിർഗുണമാണ്. എന്നാൽ എല്ലാ ഗുണങ്ങളെയും അനുഭവിക്കുന്നതും അതുതന്നെ. സകല ജീവജാലങ്ങളുടെയും അകവും പുറവും അത് നിറഞ്ഞിരിക്കുന്നു. അത് ചരിക്കാത്തതാണ്, എന്നാൽ ചരിക്കുന്നതുമാണ്. അതിസൂക്ഷ്മമായതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അത് ദൂരത്താണ്, അടുത്തുമാണ്. പ്രപഞ്ചദൃശ്യങ്ങളിൽ അത് പലതാകാതെ കുടികൊള്ളുന്നു, എന്നാൽ പലതായ പോലെയും വർത്തിക്കുന്നു. എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളെയും ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും അഴിക്കുന്നതും അതുതന്നെയാണ്. ചുരുക്കത്തിൽ ബ്രഹ്മം മാത്രമേ ഇവിടെ അറിയപ്പെടുന്നുള്ളൂ. അതിൻ്റെ പൂർണ്ണ ദർശനത്തെയും അപൂർണ ദർശനത്തെയുമാണ് ഭഗവാൻ ഇങ്ങനെ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന വിവരങ്ങളിൽ കൂടി നൽകിയിരിക്കുന്നത്. ഇത്രയും തടസ്ഥ ലക്ഷണം പറഞ്ഞിട്ട് ഭഗവാൻ ഉപസംഹാരമായി വീണ്ടും സ്വരൂപ ലക്ഷണത്തിലേക്ക് കടക്കുന്നു. അത് ജ്യോതിസ്സുകളുടെയെല്ലാം ജ്യോതിസ്സാണ്, ഇരുട്ടിനൊക്കെ അപ്പുറമാണ്.
ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടേണ്ടതാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മരൂപേണ വർത്തിക്കുന്നതാണ്. ശുദ്ധാശുദ്ധ ഭേദം. മുൻപിൻ വിചാരം കൂടാതെ വസ്തുക്കളിലുണ്ടാകുന്ന രാഗവും ദ്വേഷവുമാണ് വാസനയായി തീരുന്നതെന്നല്ലേ പറഞ്ഞത്? സത്യദർശനത്തിനുപകരിക്കുന്ന വിദ്യാവാസന വ്യക്തമായ ലക്ഷ്യവിചാരം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് വിദ്യാരൂപിണിയായ ശുദ്ധവാസനയിൽ വാസനാലക്ഷണം ചേരാതെ പോകുമല്ലോ. ഈ സംശയം സാരമില്ല. വാസനാലക്ഷണത്തിൽ ദൃഢഭാവന കൊണ്ട് മുൻപിൻ വിചാരം കൂടാതെയുള്ള വസ്തുഗ്രഹണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ജന്മത്തിൽ കാണുന്ന മലിനവാസനകൾ കഴിഞ്ഞ പല ജന്മങ്ങളിലെ ദൃഢഭാവന കൊണ്ട് സ്വഭാവമായി മാറുന്നവയാണ്. അങ്ങനെയാണ് ആരുടെയും ഉപദേശം കൂടാതെ തന്നെ ചിലരിൽ അഹങ്കാരവും മമതയും വളർത്തുന്ന കാമക്രോധാദി മലിനവാസനകൾ ചെറുപ്പത്തിലേ തന്നെ ശക്തിയായി കടന്നുകൂടുന്നത്. അതുപോലെ വിദ്യാമാർഗത്തിലും ശുദ്ധമായ ആത്മാനുഭവ വാസന ആരംഭത്തിൽ ദൃഢമായ വിചാരം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ വിദ്യാമാർഗത്തിലും ശുദ്ധമായ ആത്മാനുഭവ വാസന ആരംഭത്തിൽ ദൃഢമായ വിചാരം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. തുടർന്ന് തത്വം ദീർഘകാലം നിരന്തരം അർപ്പണബുദ്ധിയോടുകൂടി ഭാവന ചെയ്യപ്പെടുന്നു. അനന്തരം വാക്യശ്രവണമോ യുക്തിചിന്തന രൂപത്തിലുള്ള മനനമോ കൂടാതെ തന്നെ തത്വം സദാ പ്രകാശിക്കാൻ ഇടവരുന്നു. മുമ്പിലുള്ള കുടം വിചാരക്ലേശം കൂടാതെ തന്നെ പ്രത്യക്ഷ അനുഭവത്തിന് വിഷയമാകുന്നതുപോലെ നിരന്തരമായ ഈ ആത്മാനുഭവത്തോടുകൂടി ഇന്ദ്രിയ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതാണ് ശുദ്ധവാസന. നിരന്തരമായ ഈ ആത്മാനുഭവത്തോടുകൂടി ഇന്ദ്രിയ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതാണ് ശുദ്ധവാസന. ഈ ശുദ്ധവാസന കഷ്ടിച്ച് ദേഹത്തെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളതാണ്. അല്ലാതെ അതൊരിക്കലും അഹങ്കാരം, ഗർവ തുടങ്ങിയ ആസുര സമ്പത്തുകൾക്ക് കാരണമായി ഭവിക്കുന്നില്ല. അത് പുനർജന്മത്തെ ഉണ്ടാക്കുന്ന ധർമ്മ അധർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. വറുത്ത വിത്ത് വിശപ്പടക്കാൻ ഉപകരിക്കും. അതല്ലാതെ രുചികരമായ ഭക്ഷണത്തിനോ പുതിയ സസ്യങ്ങളെ മുളപ്പിക്കാനോ അത് ഉപയോഗപ്പെടുന്നില്ല. അതുപോലെയാണ് ശുദ്ധവാസന. ലോകവാസന. മലിനവാസന 3 വിധമുണ്ട്. ലോകവാസന, ശാസ്ത്രവാസന, ദേഹവാസന. ആരും എന്നെ നിന്ദിക്കാനിടവരരുത്, എല്ലാവരും എന്നെ പ്രശംസിക്കണം, ഈ ലക്ഷ്യം മുൻനിർത്തിയേ ഞാൻ എപ്പോഴും പ്രവർത്തിക്കൂ. ഈ അഭിനിവേശമാണ് ലോകവാസന. ലക്ഷ്യമൊരിക്കലും നേടാൻ കഴിയില്ലെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് മലിനവാസനയാണ്. വാൽമീകിയുടെ നായകനായ രാമൻ തന്നെ ഇതിന് തെളിവാണ്. ഈ ലോകത്ത് ഗുണസമ്പൂർണനും വീര്യവാനുമായ പുരുഷൻ ആരാണ് എന്ന ചോദ്യം വാൽമീകി ഉന്നയിച്ചപ്പോഴാണ് നാരദൻ രാമനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്ഷ്വാകുവംശപ്രഭവനായ രാമനെ സർവജനസമ്മതനായി അദ്ദേഹം വിവരിക്കുന്നു. ആ രാമനു പോലും ജനാപവാദത്തെ നേരിടേണ്ടി വന്നു. പതിവ്രതാ ശിരോമണിയും ജഗന്മാതാവുമായ സീതയെക്കുറിച്ച് ശ്രവണകഠോരമായ അപവാദം പറഞ്ഞു പരത്തി. രാമൻ്റെ കാര്യത്തിൽ പോലും സ്ഥിതി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ? എന്നല്ല, വെറും ദേശഭേദം കൊണ്ടുള്ള പരസ്പര നിന്ദ തന്നെ വേണ്ടുവോളം കേൾക്കാനുണ്ട്. ദാക്ഷിണ്യാത്യരായ ബ്രാഹ്മണർ ഉത്തരദേശത്തുള്ള വേദവിജ്ഞാനികളായ ബ്രാഹ്മണരെ മാംസബുക്കുകളെന്നു പറഞ്ഞ് സദാ നിന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഔത്തരാഹന്മാരാകട്ടെ ദാക്ഷിണാത്യന്മാരെ മാതുലപുത്രിയെ വേൾക്കുന്നവരെന്നും തീർത്ഥയാത്രകളിൽ മൃദ്ഭാണ്ഡം പേറി നടക്കുന്നവരെന്നും പറഞ്ഞ് സദാ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമന്ത്രവിത്തുക്കൾ കണ്വശാഖയേക്കാൾ ആശ്വലായന ശാഖയാണ് മെച്ചമെന്ന് പ്രശംസിക്കുന്നു. വാചസനേയികൾ അതിന് വിപരീതമായും സംസാരിക്കുന്നു. ഇങ്ങനെ പലരും അവരവരുടെ കുലം, ഗോത്രം, ബന്ധുവർഗം, ഇഷ്ടദേവത എന്നിവയെ പ്രശംസിക്കുകയും മറ്റുള്ളവയെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഈ നിന്ദാപ്രശംസകൾ വിദ്വാൻമാർ തുടങ്ങി സ്ത്രീകൾ, പശുപാലകന്മാർ വരെ എല്ലാവരിലും ഒരുപോലെ കാണപ്പെടുന്നുമുണ്ട്.
ഇങ്ങനെയുള്ള ലോകത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ ആർക്ക് കഴിയും? ഈ ലോകസ്വഭാവം പ്രസിദ്ധമായി ഇങ്ങനെ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ശുചിയാണെങ്കിലും പിശാചാണ്, സൂക്ഷ്മബുദ്ധിയുള്ളവനാണെങ്കിലും ചഞ്ചലനാണ്, കഴിവുള്ളവനാണെങ്കിലും അശക്തനാണ്, ബലവാനാണെങ്കിലും ദുഷ്ടനാണ്, ഹൃദയാകർഷകമായ സൗന്ദര്യമുണ്ടെങ്കിലും കാമിയാണ്. ഇങ്ങനെയുള്ള ലോകത്തെ ആരാധിക്കാൻ ആർക്കു കഴിയും? വിദ്യത്തെ ന ഖലു കശ്ചിദുപായഃ സർവലോകപരിതോഷകരോ യഃ സർവഥാ സ്വഹിതമാചരണീയം കിം കരിഷ്യതി ജനോ ബഹുജൽപഃ. സകല ജനങ്ങളെയും സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ഒരു ഉപായം ഇല്ല തന്നെ. എന്തു ചെയ്തും ആത്മഹിതത്തിനായി യത്നിക്കണം. വെറുതെ പലതും ചിലച്ചുകൊണ്ടിരിക്കുന്ന ലോകം നമ്മെ എന്തു ചെയ്യാനാണ്? ഈ ലോകവാസന മലിനമെന്നു കണ്ടിട്ടാണ് യോഗീശ്വരൻ തുല്യനിന്ദാസ്തുതിയായിരിക്കണമെന്ന് മോക്ഷശാസ്ത്രം വിധിക്കുന്നത്. ശാസ്ത്രവാസന 3 വിധമുണ്ട്. പാഠവ്യസനം, ബഹുശാസ്ത്രവ്യസനം, അനുഷ്ഠാനവ്യസനം. ഭരദ്വാജനിൽ ഈ പാഠവ്യസനം കാണുവാനുണ്ട്. അദ്ദേഹം 3 പുരുഷായുസ്സുകൊണ്ട് അനേകം വേദങ്ങൾ പഠിച്ചു തീർത്തു. 4ാമത്തെ പുരുഷായുസ്സിൽ ഇന്ദ്രനാൽ വീണ്ടും പ്രലോഭിതനായി ബാക്കിയുള്ള വേദഭാഗവും കൂടി പഠിക്കാൻ യത്നിച്ചു. ഇങ്ങനെയുള്ള പഠനം പൂർത്തിയാക്കാൻ അശക്യമായതുകൊണ്ട് ഇത് മലിനവാസനയാണ്. ഒടുവിൽ ഈ വിധമുള്ള പഠനം അശക്യമാണെന്ന് ഇന്ദ്രൻ ഭരദ്വാജനെ ബോധ്യമാക്കി കൊടുത്തു. അതുകൊണ്ട് വേദപഠനത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന പുരുഷാർത്ഥം നേടാനായി സഗുണബ്രഹ്മോപാസന ഉപദേശിക്കുകയും ചെയ്തു. ഈ ഭരദ്വാജ കഥ തൈത്തിരീയ ബ്രാഹ്മണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ബഹുശാസ്ത്ര വ്യസനവും. നിരവധി ശാസ്ത്രങ്ങൾ പഠിച്ചോർമ്മിക്കാനുള്ള ആഗ്രഹമാണ് ബഹുശാസ്ത്ര വ്യസനം. അത്യന്തികമായ മോക്ഷപുരുഷാർത്ഥം നേടാൻ ഇതും ഉപകരിക്കുകയില്ല. അതിനാൽ ബഹുശാസ്ത്ര വ്യസനവും മലിനവാസന തന്നെയാണ്. കാവശേയ ഗീതയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദുർവാസസ് എന്ന മുനി ബഹുവിധ ശാസ്ത്രങ്ങളും പേറി മഹാദേവനെ നമസ്കരിക്കാനെത്തി. സദസ്സിൽ വെച്ച് നാരദ മഹർഷി അദ്ദേഹത്തെ ഭാരം വഹിക്കുന്ന കഴുതയോട് ഉപമിച്ച് ആക്ഷേപിച്ചു. ആക്ഷേപം സഹിക്കാതെ മുനി പുസ്തകഭാണ്ഡം കടലിൽ വലിച്ചെറിഞ്ഞു. അത് കണ്ട് മഹാദേവൻ അദ്ദേഹത്തിന് ആത്മവിദ്യ ഉപദേശിച്ചു. അന്തർമുഖനാകാതെയും ഗുരുകാരുണ്യമില്ലാതെയും കഴിയുന്നവന് വേദപഠനം കൊണ്ട് മാത്രം ആത്മവിദ്യ കൈവരുന്നതല്ല. അതാണ് കഠോപനിഷത്ത് പറയുന്നത്. ഈ ആത്മാവ് പ്രവചനം കൊണ്ട് കിട്ടുന്നതല്ല, ബുദ്ധി കൊണ്ടോ ബഹുശാസ്ത്ര പാണ്ഡിത്യം കൊണ്ടോ കിട്ടുന്നതല്ല. മറ്റൊരു കൃതിയിൽ ബഹുശാസ്ത്ര വ്യസനത്തെ ഇങ്ങനെ ആക്ഷേപിച്ചിരിക്കുന്നു. ബഹുശാസ്ത്ര കഥാകന്ധാരോ മന്ധേന വ്യഥൈവ കിം അന്വേഷ്ടവ്യം പ്രയത്നേന തത്വജ്ഞൈർജ്യോതിരാന്തരം. അനേകം ശാസ്ത്രതത്വങ്ങളും കഥകളും അയവിറക്കി കഴിഞ്ഞു കൂടുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? സത്യം കാണാൻ കൊതിക്കുന്നവർ എന്തു പ്രയത്നം ചെയ്തും ഉള്ളിലുള്ള വെളിച്ചത്തെ തിരയേണ്ടതാണ്. അധീത്യ ചതുരോ വേദാൻ ധർമ്മശാസ്ത്രാണ്യനേകശഃ ബ്രഹ്മതത്വം ന ജാനാതി ദർഭി പാകരസം യഥാ. വേദങ്ങൾ 4 പഠിച്ചു, അനേകം ധർമ്മശാസ്ത്രങ്ങൾ വശത്താക്കി. പക്ഷേ ബ്രഹ്മതത്വം മാത്രം എന്തെന്ന് പിടികിട്ടിയില്ല. പിന്നെന്തു പ്രയോജനം? ഈ ബഹുശാസ്ത്ര വ്യസനി കറികൾ വിളക്കുവാൻ ഉപയോഗിക്കുന്ന തവി പോലെയാണ്. തവി എല്ലാ കറികളിലും പോയി മുങ്ങുന്നുണ്ട്. പക്ഷേ അവയിൽ ഒന്നിൻ്റെ പോലും രസം എന്തെന്നറിയാൻ അതിന് കഴിയുന്നില്ല. ഛാന്തോക്യോപനിഷത്തിലെ നാരദൻ്റെ കഥയും ഇതിന് തെളിവാണ്. നാരദൻ 64 കലകളും എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു. പക്ഷേ ആത്മാവിനെ അറിയാൻ കഴിയാത്തതുകൊണ്ട് ശോകം മാറിയില്ല. അങ്ങനെയാണ് ഒടുവിൽ ആത്മവിദ്യ പഠിക്കുവാൻ സനത്കുമാര മുനിയെ സമീപിച്ചത്. അനുഷ്ഠാന വ്യസനം, പാഠവ്യസനം, ബഹുശാസ്ത്രവ്യസനം, അനുഷ്ഠാന വ്യസനം എന്നിങ്ങനെ ശാസ്ത്രവാസന 3 വിധത്തിലാണല്ലോ. ഇവയിൽ അനുഷ്ഠാന വ്യസനം വിഷ്ണു പുരാണത്തിലെ നിധാക ചരിത്രത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ യോഗവാസിഷ്ഠത്തിലെ
ചരിത്രത്തിലും. നിദാഘൻ നിത്യകർമാനുഷ്ഠാനത്തിൽ അതീവ വ്യഗ്രനായിരുന്നു. അയാളുടെ ബുദ്ധി സദാ കർമാനുഷ്ഠാന ചിന്ത കൊണ്ട് നിറഞ്ഞിരുന്നു. സത്യത്തെ അന്വേഷിക്കാൻ കഴിയാതെ അതങ്ങനെ കർമ്മജാഡ്യത്തിൽ ഉറച്ചു. ഗുരുവായ ഋഭു നിദാഘനെ ഈ കർമ്മജാഡ്യത്തിൽ നിന്നും ഉണർത്തുവാൻ പല ഗുരു ശ്രമിച്ചു. പക്ഷേ ഫലിച്ചില്ല. വാസിഷ്ഠത്തിലെ ദാശൂരൻ്റെ കഥ മറ്റൊരു തരത്തിലാണ്. അദ്ദേഹത്തിന് ധ്യാനാദ്യനുഷ്ഠാനങ്ങൾക്ക് ഭൂമിയിൽ ഒരിടത്തും ഒരു ശുദ്ധദേശം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അനുഷ്ഠാനത്തിനായി ഒരു ഉന്നതമായ വൃക്ഷത്തിൻ്റെ അഗ്രഭാഗത്തിൽ തനിക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കണമെന്ന് അദ്ദേഹം കൊതിച്ചു. അതിനായി തൻ്റെ തോളിൽ നിന്നും മാംസമറുത്തു ഹോമിച്ച് അദ്ദേഹം അഗ്നിദേവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. അഗ്നിദേവൻ പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ടു. ഉന്നതമായ ഒരു വൃക്ഷത്തിൻ്റെ അഗ്രഭാഗത്തിൽ സ്ഥിരമായ ഇരിപ്പനുവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. അവിടെ ഇരുന്ന് വീണ്ടും വളരെ കാലം തപസ്സു ചെയ്ത ശേഷമേ ദാശൂരന് ആത്മബോധം ഉദിച്ചുള്ളൂ. ഇവിടെ അനുഷ്ഠാന വ്യസനം ദീർഘകാലം ആത്മബോധത്തിന് തടസ്സമായി നിന്നു എന്ന് കാണാൻ കഴിയും. എന്നല്ല, അനുഷ്ഠാനം വ്യസനമായി മാറിയാൽ അത് സാധകനെ ശാരീരികവും മാനസികവുമായ പല ക്ലേശങ്ങളിലും കൊണ്ടുചെന്ന് അകപ്പെടുത്തുമെന്നും സ്പഷ്ടമാകുന്നു. അനുഷ്ഠാന വ്യസന രൂപത്തിലുള്ള ഈ കർമ്മവാസന പുനർജന്മത്തിന് കാരണമായും ഭവിക്കും. അതുകൊണ്ട് ഇത് മലിനവാസനയാണ്. അഥർവവേദോപനിഷത്തായ മുണ്ടകത്തിൽ യജ്ഞാദ്യനുഷ്ഠാനങ്ങളെ തരം താഴ്ത്തി കാണിക്കുന്നത് ഇക്കാരണത്താലാണ്. ഉപനിഷത്ത് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: യജ്ഞരൂപത്തിലുള്ള ഈ അനുഷ്ഠാനങ്ങൾ നശ്വരഫലങ്ങളെ മാത്രമേ ഉളവാക്കുകയുള്ളൂ. 16 ഋത്വിക്കുകൾ, യജമാനൻ, പത്നി എന്നിങ്ങനെ 18 പേരെ കൊണ്ടാണ് ഈ യജ്ഞങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. നശ്വരഫലദായകമായ ഇത്തരം കർമ്മം ശ്രേഷ്ഠമെന്ന് കരുതാൻ വയ്യ. മൂഢന്മാർ ഇതാണ് ശ്രേയസ്സെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവർ ജന്മമൃത്യു ജരാദോഷങ്ങൾക്ക് വീണ്ടും പാത്രമായി ഭവിക്കുന്നു. ഇവർ അവിദ്യയിൽപ്പെട്ടുഴലുന്നവരാണ്. എങ്കിലും സ്വയം ധീരന്മാരെന്നും പണ്ഡിതന്മാരെന്നും വെറുതെ അഭിമാനിക്കുന്നു. ജന്മമൃത്യു ജരാവ്യാധികളാൽ നിരന്തരം പീഡിതന്മാരായി ഇവർ സംസാര പ്രവാഹത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുരുടൻ്റെ പോലെ കുരുടൻ്റെ പിറകെ പോകുന്ന കുരുടന്മാർ കല്ലിലും മുള്ളിലും കുണ്ടിലും കുഴിയിലും പെട്ട് നട്ടം തിരിയുന്നത് പോലെയാണ് ഇവരുടെ സ്ഥിതി. യാഗങ്ങളും ജനക്ഷേമകരങ്ങളായ മറ്റു കർമ്മങ്ങളും മാത്രമാണ് ശ്രേഷ്ഠമെന്ന് ഇവർ കരുതുന്നു. സത്യസ്വരൂപത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് മറ്റൊരു ശ്രേയസ്സും ഉണ്ടെന്ന് ഇവരറിയുന്നതേയില്ല. അവർ ലൗകിക ഫലങ്ങളിൽ അത്യന്തം മോഹിച്ചു പോയിരിക്കുന്ന അജ്ഞന്മാരാണ്. ഇവർ ചെയ്ത പുണ്യം അനുഭവിച്ചു തീർക്കാൻ മാത്രം ഇടമരുളുന്ന സ്വർഗോപരിതലത്തിൽ പുണ്യം അനുഭവിച്ചു തീർക്കുന്നു. നേടിയ പുണ്യം ക്ഷയിച്ചാൽ ശേഷിക്കുന്ന കർമ്മത്തിൻ്റെ സ്വഭാവമനുസരിച്ച് മനുഷ്യലോകത്തിൽ എവിടെയോ കുറെ കൂടി മോശമായ മറ്റു ലോകങ്ങളിലേക്കോ പതിക്കാൻ ഇടവരുന്നു. യജ്ഞാതി രൂപത്തിലുള്ള അനുഷ്ഠാന വ്യസനത്തെ ഭഗവാൻ ഗീതയിലും നിന്ദിച്ചു കാണുന്നു. അർജുന, സത്യമെന്തെന്നറിയാത്തവർ സ്വർഗലാഭത്തെക്കുറിച്ചും മറ്റും കുറിച്ച് ഭാവനാസമ്പന്നന്മാരായി സംസാരിച്ചു എന്ന് വരാം. വേദത്തിലെ കർമാനുഷ്ഠാനങ്ങളിൽ മാത്രം രമിക്കുന്നവരാണവർ. ജീവിതത്തിൽ കാര്യമായി മറ്റൊന്നും ചെയ്യാനില്ലെന്ന് ഇവർ വാദിക്കുന്നു. പുതിയ പുതിയ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഇവർ കൊതിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് മാത്രമേ ഇവർക്ക് ചിന്തയുള്ളൂ. അതിനായി വിവിധ തരത്തിലുള്ള കർമ്മപരിപാടികളെ കൊണ്ട് നിറഞ്ഞ അനുഷ്ഠാനങ്ങളിൽ ഇവർ സദാ തൽപരരായി വർത്തിക്കുന്നു. സുഖസമൃദ്ധിയും ഐശ്വര്യപ്രാപ്തിയുമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ജന്മകർമ്മഫലങ്ങളെ അവർ മാറി മാറി അനുഭവിക്കുന്നു. ഭൗതിക സുഖങ്ങളിലും സമ്പത്തുകളിലും അത്യധികം ആസക്തമാണ് അവരുടെ ചിത്തം. അവയെക്കുറിച്ചുള്ള നിരന്തര ഭാവനയാൽ അപഹൃതമാണ് അവരുടെ മനസ്സ്. അങ്ങനെ മോഹബദ്ധരായി കഴിയുന്നവർക്ക് ധ്യാനവേളയിൽ ആത്മനിഷ്ഠമായ ഏകാഗ്രബുദ്ധി ഒരിക്കലും കൈവരുന്നില്ല. കർമ്മകാണ്ഡ വേദഭാഗം മുഴുവൻ ത്രിഗുണങ്ങളെ ആശ്രയിച്ചുള്ള അവിദ്യാമണ്ഡലത്തിൽ ഒതുങ്ങുന്നതാണ്. അർജുന, നീ ഗുണാതീതമായ സത്യത്തെ വേണം അന്വേഷിക്കാൻ. സുഖ ദുഃഖ രൂപത്തിലും ജയാപജയ രൂപത്തിലും വന്നും പോയുമിരിക്കുന്ന ദ്വന്ദ്വഭാവങ്ങളിൽ പെട്ടുഴലരുത്. നിത്യമായ ബോധവസ്തുവിനെ സമാശ്രയിക്കൂ. ഭൗതിക കാര്യങ്ങളിൽ എൻ്റേതെന്ന ഭാവം ഉപേക്ഷിക്കൂ. ആത്മാവാണ് താനെന്നുറയ്ക്കൂ. ആത്മസത്യം നേരാംവണ്ണം അറിയുന്ന
ജ്ഞാനിക്ക് കർമ്മകാണ്ഡ വേദഭാഗം അതീവ നിസ്സാരമാണ്. സർവത്ര ശുദ്ധജലം പരന്നൊഴുകുമ്പോൾ പൊട്ടക്കുളത്തിനെന്താണ് പ്രാധാന്യം? ശാസ്ത്രവാസനയും അഹങ്കാരവും. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.